morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുകയാണ്. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവോ? സമയം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. Time is very precious. നമുക്കാർക്കും നഷ്ടപ്പെട്ട സമയം തിരിച്ചു കിട്ടുകയില്ല. None of us will receive back the time that we once lost. നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിച്ച് നമ്മുടെ പല കാര്യങ്ങളും ഫലവത്താകേണ്ടതും ചെയ്യേണ്ടതുമായ സമയങ്ങൾ നമുക്ക് ലോസ് ആയിപ്പോയി. If we look back in our life, many things that we were supposed to do in a particular time, we did not do and we lost our time. എസ്തർ 4:14 വായിക്കുമ്പോൾ, when we read Esther 4 verse 14, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, there what we can see is this: Esther's courage for such a time as this. എസ്തറിന്റെ ധൈര്യം ഇങ്ങനെയുള്ള ഒരു കാലത്തേക്ക്. ആ 4:14 പറയുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. For if you remain silent at this time, relief and deliverance for the Jews will arise from another place. എന്നാൽ നീയും നിന്റെ ഭവനവും നശിച്ചു പോകും. But you and your father's family will perish. ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്കല്ലോ നിന്നെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നത്. And who knows but that you have come to your royal position for such a time as this. ഇങ്ങനെയുള്ള ഒരു കാലം. Such a time as this. എങ്ങനെയുള്ള ഒരു കാലം? What kind of a time? ആർക്കും ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ എതിരായിരിക്കുന്ന ഒരു ഹോപ്പുമില്ലാത്ത സാഹചര്യത്തിലായിരിക്കുന്ന ജനത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ എസ്തറിനെ ദൈവം ഈ രാജസ്ഥാനത്തേക്ക് രാജ്ഞിയായി കൊണ്ടുവന്നത്. It was a hopeless situation where the Israelites were in danger and nobody could save them and nobody could do anything about it. But in such a time, God brought Esther to that position of influence in order to save them. ദൈവം നിങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു സ്ഥാനത്തോ ഏതെങ്കിലും ഒരു പൊസിഷനോ ഒക്കെ തരുമ്പോൾ ഓർത്തോണം, അത് മിസ്യൂസ് ചെയ്യരുത്, അത് മറന്നു പോകരുത്, അത് നഷ്ടമാക്കരുത്. അത് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ കാരണമായി തീരണം. Remember this thing. Whenever God brings you to a situation or a place or gives you a place of influence, remember you should never misuse that. The reason God is giving you that is so that you can use it for the glory of the kingdom of God. ദൈവം ആർക്കൊക്കെ ഒരു പൊസിഷൻ തരാൻ പോകും. God is going to give some people a position. അത് പൊളിറ്റിക്കൽ മേഖലയിലാകാം, It may be in the political sphere, ഫിനാൻഷ്യൽ മേഖലയിലാകാം, it may be in the financial sphere, ജോലിയിലാകാം, it may be in your job place, ആത്മീക ശുശ്രൂഷയിലാകാം, it may be in your ministry, നിങ്ങളുടെ ഫാമിലിയിലാകാം, it may be in your family, നിങ്ങളുടെ ബിസിനസ്സിലാകാം, it may be in your business. ആമേൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പൊസിഷൻസ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകും. In certain unexpected times, God is going to give you some positions. ഒരിക്കലും എസ്തേറിന് ഈ ഒരു പൊസിഷൻ കിട്ടേണ്ടതല്ല. In no ordinary way was Esther supposed to receive that position. കാരണം അവൾ ഒരു അനാഥ പെൺകുട്ടിയാണ്. Because she was an orphan girl. അവൾക്ക് അപ്പനില്ല, അമ്മയില്ല. She didn't have a father or a mother. അവൾ അവിടെ ചിറ്റപ്പന്റെ കൂടെയാണ് താമസിക്കുന്നത്. She was brought up by her own uncle. ഞാൻ ചിന്തിക്കുകയാണ്, അപ്പനും അമ്മയും ഇല്ലാത്ത ഏതോ ചില കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. I believe there are some children without father and mother who are watching me right now. കർത്താവ് പറയുന്നു, ദൈവം നിങ്ങൾക്ക് ചില സ്ഥാനങ്ങൾ, ചില അനുഗ്രഹങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ചില വിവാഹങ്ങൾ, ചില വഴികൾ ദൈവം ഒരുക്കാൻ പോകും. But God is telling me that God is going to prepare certain blessings, certain goodness and certain blessed marriages also for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ മേഖലയിലുള്ള ചില പദവികൾ ദൈവം നിങ്ങൾക്ക് തരാൻ പോകും. God has kept certain places in the political arena and God is going to give that to you. ഇപ്പോൾ ചിലപ്പോൾ MLA ആയിട്ടായിരിക്കാം, അടുത്ത ടൈമിൽ നിങ്ങൾ ഒരു മന്ത്രിയായി മാറാൻ പോകും. Maybe currently you may be as an MLA, but in the future you're going to become a minister. ദൈവം നിങ്ങൾക്ക് ചില സ്ഥാനങ്ങൾ തരാൻ പോകും. God is going to give you certain positions of honor. നിങ്ങൾ ആ സീസണിലേക്ക് വന്നിരിക്കും. You have come to that season. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയം
I will pray for you right now. പ്രഷ്യസ് ആണ്, Is a very precious time. വളരെ ഇമ്പോർട്ടന്റ് ആണ്. It's a very important time. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിൽ Your financial arena. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകും. In there, God will do certain great നിങ്ങളുടെ things. മുന്നേ നിൽക്കുന്ന ഭവനം പണിയിൽ ദൈവം ചില കാര്യം ചെയ്യാമോ? Certain house preparations, house buildings which are in obstacles right now, God is going to make it work. യേശുവിന്റെ നാമത്തിൽ In the name of ഈ Jesus, ജനത്തെ അനുഗ്രഹിക്കും. I bless these people. കർത്താവിന്റെ കരം നീട്ടണമേ. Lord, extend your hand. ഈ വചനം ആര് റിസീവ് ചെയ്തോ Whoever receives these words, അവരിൽ ഇത് സംഭവിക്കട്ടെ. let it happen in them. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും. In the name of Jesus, I bless them. ആമേൻ. Amen. God bless you. Love you. നിങ്ങൾ ഈ വചനം 10 പേർക്കെങ്കിലും ഷെയർ ചെയ്യണം. അതൊരു ബ്ലെസ്സിംഗ് ആണ്. God This message, share it to at least 10 people. It'll be a blessing to them. Amen. God bless you.